വർഷത്തിനുള്ളിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന വളർച്ചയാണ് നടി സായി പല്ലവിയുടെ സിനിമാ ജീവിതത്തിൽ ഉണ്ടായത്. കഠിനാധ്വാനവും ഭാഗ്യവും ഒരുപോലെ തുണച്ചുവെന്ന് വേണം സായി പല്ലവിയുടെ വിജയത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ പറയാൻ. തമിഴ്നാട്ടിൽ നിന്നും എത്തി മലയാളികൾക്ക് പ്രിയങ്കരിയാവുക എന്നത് എല്ലാവർക്കും സാധ്യമാകുന്ന ഒന്നല്ല. വിരലിലെണ്ണാവുന്ന നായിക നടിമാർക്ക് മാത്രമേ അത്തരമൊരു ഭാഗ്യം ലഭിച്ചിട്ടുള്ളൂ. അതിലൊരാളാണ് സായി പല്ലവി സെന്താമരൈ. പ്രേമത്തിലെ മലർ ടീച്ചറായി സായി പല്ലവിയെ അൽഫോൺസ് മലയാളികൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ പഠനവും നൃത്തവുമെല്ലാമായി തിരക്കിലായിരുന്നു നടി. മലർ ടീച്ചറിന് സ്വീകാര്യത ലഭിച്ചതോടെ പിന്നീട് തുടരെ ചിത്രങ്ങളായി. തമിഴിലും തെലുങ്കിലും അടക്കം മുൻനിര നായികമാരുടെ നിരയിലാണ് ഇപ്പോൾ സായി പല്ലവിയുടെ സ്ഥാനം. അമരൻ റിലീസിനു ശേഷം സായി പല്ലവിയുടെ താരമൂല്യം ഉയർന്നു. സാക്ഷാൽ മണിരത്നം പോലും നടിയുടെ ആരാധകനായി മാറിക്കഴിഞ്ഞു. അഭിനയത്തിലെ സ്വാഭാവികതയാണ് സായി പല്ലവിയെ പ്രേക്ഷകർ ഹൃദയത്തിൽ സ്വീകരിക്കാൻ ഒരു കാരണം. മറ്റൊന്ന് നടിയുടെ വ്യക്തി ജീവിതമാണ്. പൊതുവെ തെന്നിന്ത്യൻ നടിമാരിൽ കണ്ടുവരുന്ന ആഡംബര ജീവിതം സായി പല്ലവിക്കില്ല. വസ്ത്രത്തിലും സംസാരത്തിലും പെരുമാറ്റത്തിലും നിലപാടുകളുടെ കാര്യത്തിലുമെല്ലാം സായി പല്ലവി വ്യത്യസ്തതയാണ്. നായികയായി അഭിനയിച്ചു തുടങ്ങിയപ്പോൾ വന്ന ഫെയർനെസ് ക്രീം പരസ്യം ലക്ഷങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടും നടി നിരസിച്ചു. സാമൂഹ്യ വിഷയങ്ങളിൽ നടി നടത്തുന്ന ഇടപെടലുകളും ശ്രദ്ധ നേടാറുണ്ട്. ഇപ്പോൾ തെന്നിന്ത്യയിൽ സജീവമായി നിലനിൽക്കുന്ന നായികമാരിൽ ഹേറ്റിയസ് കുറവുള്ള അഭിനേത്രിയും സായി പല്ലവിയാണ്. തെലുങ്കിൽ പോലും വലിയൊരു ആരാധക വൃന്ദം നടിക്കുണ്ട്. ഇപ്പോഴത്തെ സായി പല്ലവിയും കീർത്തി സുരേഷും ഒരുമിച്ച് ഒരു സ്റ്റേജിൽ പ്രത്യക്ഷപ്പെട്ടുള്ള വീഡിയോയും അതിന് പ്രേക്ഷകർ കുറിച്ച കമന്റുകളുമാണ് ശ്രദ്ധ നേടുന്നത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്ന വീഡിയോയാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നത്. ഒരു തെലുങ്ക് സിനിമയുടെ പ്രമോഷൻ ചടങ്ങിൽ അതിഥികളായി എത്തിയതായിരുന്നു സായി പല്ലവിയും കീർത്തി സുരേഷും രശ്മിക മന്ദാനയും. 3 പേരുടെയും പേരെടുത്ത് സിനിമയുടെ അണിയറ പ്രവർത്തകരിൽ ഒരാൾ സംസാരിച്ചു. രശ്മികയുടെയും കീർത്തിയുടെയും പേരുകൾ അദ്ദേഹം പറഞ്ഞപ്പോൾ സദസ് മൂകമായിരുന്നു. എന്നാൽ മൂന്നാമതായി സായി പല്ലവിയുടെ പേര് പറഞ്ഞതും സദസ്സിൽ നിന്ന് ആർപ്പും ആരവവും ഉയർന്നു. കുറച്ച് മിനിറ്റുകൾ ആ ആരവം നീണ്ടുനിന്നു. തുടർന്ന് പ്രസംഗിക്കാനാവാതെ അദ്ദേഹം കുറച്ചു നേരത്തേക്ക് മൈക്ക് മാറ്റിവെച്ച് നിശബ്ദനായി നിന്നു. ശേഷം ലേഡി പവൻ കല്യാൺ എന്നാണ് സായി പല്ലവിയെ അദ്ദേഹം വിശേഷിച്ചത്. ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോഴുള്ള കീർത്തിയുടെ മുഖഭാവമാണ് വീഡിയോ മാസങ്ങൾക്കിപ്പുറം വീണ്ടും ചർച്ചയാകാൻ കാരണം. സായി പല്ലവിയുടെ പേര് കേട്ട് സദസ്സിൽ നിന്ന് ആരവവും കയ്യടിയും ഉയർന്നപ്പോൾ താല്പര്യമില്ലാത്ത രീതിയിൽ കീർത്തിയുടെ മുഖഭാവങ്ങൾ മാറുന്നതും നെറ്റി ചുളിക്കുന്നതുമെല്ലാം വീഡിയോയിൽ കാണാം. സഹതാരത്തിന്റെ വളർച്ച കീർത്തിക്ക് ദഹിക്കുന്നില്ല എന്നത് മുഖത്തെ ഭാവങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു എന്നാണ് കമന്റുകൾ. തുണി കുറച്ചാൽ പോരാ, അഭിനയം വേണമെന്നും സായി പല്ലവി ഡീസന്റായി അഭിനയിച്ചാണ് ആരാധകരെ തേടിയെത്തുന്നതുമെന്നാണ് മറ്റൊരു കമന്റ്. കീർത്തിക്ക് അഭിനയവും അറിയില്ല, മര്യാദയും അറിയില്ല. ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ക്യൂട്ട് എന്ന ഉദ്ദേശം കൊണ്ട് ക്രോക്കറി വരെ കാണിച്ചു നോക്കി, ഒന്നും ക്ലിക്കായില്ല. കീർത്തിക്ക് സുഖിച്ചിട്ടില്ല എന്നത് മുഖത്ത് നിന്നും വായിക്കാം. കീർത്തിയുടെ മുഖത്ത് നിരാശ വ്യക്തമായി കാണാം എന്നിങ്ങനെയെല്ലാമായിരുന്നു കമന്റുകൾ. അഭിനയത്തോടുള്ള അതിയായ മോഹം കൊണ്ട് സിനിമയിലെത്തിയ കീർത്തി അടുത്തിടെ ബോളിവുഡിലും അരങ്ങേറിയിരുന്നു.